ഹലോ കൂട്ടുകാരെ, ഈ പുഴയും കടന്നതിൻ്റെ ഈ ആഴ്ചത്തെ വരാൻ പോകുന്ന എപ്പിസോഡാണ് പറയുന്നത്. അങ്ങനെ ഓപ്പറേഷനൊക്കെ വൈകുന്നതുകൊണ്ട് നിളയ്ക്ക് തീരെ വയ്യാണ്ടായി തുടങ്ങും. നിളയാണെങ്കിൽ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ശാരദയ്ക്ക് പേടിയായിട്ട് ശാരദ പോയിട്ട് ഡോക്ടറെ അടുത്തും അതുപോലെ തന്നെ നഴ്സിംഗ് റൂമിൽ പോയിട്ട് പറയും. അപ്പോൾ നേഴ്സ് പെട്ടെന്ന് വന്നിട്ട് ഓക്സിജൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ കിട്ടിയപ്പോൾ പിന്നെ നിള കുറേയൊക്കെ ഓക്കെ ആവും. അത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ ഈ കുട്ടിയുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും ഡോക്ടറുടെ ക്യാബിനിലോട്ട് വരാൻ പറഞ്ഞു എന്ന് നേഴ്സ് വന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാവേരിയാണ് ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ കാവേരി ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ ഇത്തിരി ദേഷ്യത്തിലാണ്. ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? 2 മാർഗ്ഗങ്ങളാണുള്ളത്. ഒന്നുകിൽ നിങ്ങൾ ഈ കുട്ടിയുടെ ഓപ്പറേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ കുട്ടീനെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോവുക എന്ന്. അപ്പോൾ കാവേരി പറയും, സാർ ഞങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്തോളാം. കാരണം ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് പൈസ കൊണ്ടായിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഞങ്ങളെ പൈസ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി, അതാണ് ഉണ്ടായത്. അപ്പോൾ ഡോക്ടർ പറയും, അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. കാരണം ആ രോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി അപകടമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇനിയും വൈകിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റും, അത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷനും ബാധിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു വൈകൽ വരുന്നത് കൊണ്ടാണല്ലോ ആ കുട്ടിക്ക് ഇത്രയും അപകടമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്താണെന്ന് വെച്ചാൽ വേഗം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ദേഷ്യപ്പെട്ടാണ് കാവേരിയോട് പറയുന്നത്. അപ്പോൾ കാവേരിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. കാവേരി ആണെങ്കിൽ ആകെ ഒരു ആശങ്കയിലാണ്, എന്താണ് ഇപ്പോൾ ചെയ്യുക. കാരണം അത്രയും പൈസയ്ക്ക് ബുദ്ധിമുട്ടായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ കാവേരി അങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് ആ കോറിഡോറിലൂടെ നടന്ന് പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു പെൺകുട്ടീനായിട്ട് കാവേരി കൂട്ടിമുട്ടുക. അപ്പോൾ കൂട്ടിമുട്ടുമ്പോൾ പെട്ടെന്ന് ഇവർ നോക്കുമ്പോഴായിരിക്കും അത് രാഗിണിയായിരിക്കും. അപ്പോൾ രാഗിണിയും കാവേരിയും കൂടി കണ്ടപാടെ അറിയാമല്ലോ, കീരിയും പാമ്പും പോലെ പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ രാഗിണി പറയും, നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ രാഗിണി യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ, കാരണം നിവിന് ആക്സിഡൻറ്റ് പറ്റിയിട്ട് നിവിനെ കൊടുത്തിട്ടുള്ളത് ഈ ആശുപത്രിയിലാണ്. അപ്പോൾ അങ്ങനെ അഡ്മിറ്റ് ആക്കിയിട്ടാണ് രാഗിണി അവിടെ നിൽക്കുന്നത്. പക്ഷേ രാഗിണി അതൊന്നും പറയുന്നില്ല. രാഗിണിക്ക് ഇവിടെ കൂട്ടിമുട്ടിയതിൻ്റെ ദേഷ്യത്തിൽ രാഗിണി കാവേരി അടിക്കാൻ ഓങ്ങുന്നൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും കാവേരി അവളെ കൈ പിടിച്ച് തടുക്കുന്നതും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പഞ്ച് ഡയലോഗ് അടിച്ചിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നതൊക്കെയാണ് ഉണ്ടാവുന്നത്. പക്ഷേ രാഗിണി മനഃപൂർവ്വം നിവിന് ഇവിടെ അങ്ങനെ അഡ്മിറ്റ് ആയതൊന്നും പറയുന്നില്ല. നിവിനെ ശുശ്രൂഷിക്കുന്നതും പരിപാലിക്കുന്നതും ഒക്കെ രാഗിണി തന്നെയാണ്. അവനാണെച്ചെങ്കിൽ ആകെ തീരെ മോശാവസ്ഥയിലാണ് കിടക്കുന്നത്. അങ്ങനെ കാവേരി ഇങ്ങനെ എന്ത് ചെയ്യണം, അതായത് പൈസയുടെ കാര്യം ആലോചിച്ചിട്ട് ഇനി എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ച് കൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നരേൻ്റെ വീടാണ്. നരേൻ്റെ വീട്ടിൽ നരേൻ്റെ കാര്യം ആലോചിച്ചിട്ട് മുത്തശ്ശിക്ക് വയ്യാണ്ടാവുകയാണ്. കാരണം നരേൻ്റെ അച്ഛൻ്റെ ബന്ധുക്കളൊക്കെ നരേൻ്റെ മുത്തശ്ശീനെയാണ് കുറ്റപ്പെടുത്തുന്നത്. അവർ വളർത്തിയിരുന്നെങ്കിൽ ഇവനൊരു ജീവിതമാവുകയായിരുന്നു, നിങ്ങൾ വളർത്തിയ കാരണമാണ് ഇങ്ങനെ അവനൊരു ജീവിതം ഇല്ലാണ്ട് അങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നരേൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ ഇങ്ങനെ പ്രശ്നം പറയുന്നതുകൊണ്ട് അത് ആലോചിച്ചിട്ട് ആദ്യം കയറി മുത്തശ്ശിക്ക് വയ്യാണ്ടാവുകയാണ്. അങ്ങനെ മുത്തശ്ശിയെ കൊണ്ട് പെട്ടെന്ന് നരേൻ ആശുപത്രി കൊണ്ടുപോയും അങ്ങനെ മുത്തശ്ശിക്ക് കുഴപ്പമില്ലാണ്ട് റിക്കവർ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇളയമ്മ പറയുന്നുണ്ട്, മോനെ നിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാണ്ടായത്. അവർ ഒരു വയസ്സായ സ്ത്രീയല്ല, അവർക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ നിൻ്റെ വിവാഹം നടന്ന് കാണണമെന്നും നീ നന്നായി ജീവിക്കണമെന്നും നീ ഒരു കുടുംബമായി ജീവിക്കണമെന്നൊക്കെ. എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് അമ്മേനെയാണ്. പിന്നെ അതിന് പുറമെ അമ്മയുടെ മകളുടെ മകനാണ് നീ അത് ആലോചിക്കണമെന്ന് പറഞ്ഞ് നരേനെ ഉപദേശിക്കുകയാണ് ഇളയമ്മ. അപ്പോൾ നരേന് അതിൽ കുറേയൊക്കെ ന്യായമുണ്ടെന്ന് തോന്നി. അപ്പോൾ എങ്ങനെ ഇതിന്ന് രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ചിട്ട് നരേൻ ആലോചിക്കുന്നുണ്ട്. അതായത് വിവാഹം കഴിക്കാം, പക്ഷെ നരേൻ്റെ മനസ്സിൽ നരേൻ്റെ ഒരു ലവർ ഉണ്ട്, ചാന്ദിനി എന്ന് പറഞ്ഞ പെൺകുട്ടി. ആ പെൺകുട്ടി മനസ്സിൽ നിന്ന് ഇറങ്ങി പോയിട്ടുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ അങ്ങനെ ആലോചിച്ച് നരേൻ ഇങ്ങനെ നടന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് കാവേരി ഇതേപോലെ വീട്ടിൻ്റെ അകത്തോട്ട് കയറി വരുന്നത്. അങ്ങനെ കാവേരിയും നരേനും കൂടിയിട്ട് കൂട്ടിമുട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ നരേൻ പെട്ടെന്ന് തന്നെ കാവേരിയെ പിടിക്കുന്നുണ്ട്, കാവേരി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അവർ ഇങ്ങനെ നരേൻ കാവേരിയെ പിടിക്കുന്നതും കാവേരിയും നരേനും കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുന്നതും പിന്നെ ഒരിത്തിരി സ്ഥലകാലബോധം നരേന് വന്നപ്പോൾ നരേൻ അവളെ പെട്ടെന്ന് വിടുന്നതാണ്. അപ്പോൾ വിടുമ്പോൾ അവൾ പെട്ടെന്ന് നിലത്ത് പോയി ഇടിച്ച് വീഴുകയാണ് ചെയ്യുക. അപ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരും, വേദനയും വരും. അപ്പോൾ അവൾ പറയും, താൻ എന്താടോ ഈ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നരേൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പം നരേനാണെച്ചെങ്കിൽ നീ പൊടി എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ്. അവനതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യും. അപ്പോൾ ഈ വീണതിൻ്റെ ദേഷ്യത്തിൽ കാവേരി അകത്തോട്ട് കയറി ചെല്ലുകയാണ്. മുത്തശ്ശിയെ വയ്യാതെ കാരണം മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്.
അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് വരികയാണ്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം മുത്തശ്ശിക്ക് വയ്യാണ്ട് ആയത് പിന്നിൽ നരേനാണെന്ന് കാവേരിക്ക് മനസ്സിലാവും. അതായത് നരേൻ്റെ വിവാഹക്കാര്യം നടക്കാത്തത് കൊണ്ടാണ് മുത്തശ്ശിക്ക് പെട്ടെന്നൊരു വയ്യായിക വന്നതെന്ന് മുത്തശ്ശി പറയണം. അപ്പോൾ കാവേരി ഇങ്ങനെ ചോദിക്കണം, അല്ല മുത്തശ്ശി, ഈ ചേട്ടന് ഈ നരേന് വേറെ വല്ല പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണോ ഇനി അദ്ദേഹം കല്യാണം ഒന്നും കഴിക്കാത്തത് എന്ന്. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, നീ എന്താ ഉദ്ദേശിക്കുന്നത്? വേറെ ഒന്നുമല്ല മുത്തശ്ശി, ഇനി വേറെ വല്ല പ്രശ്നങ്ങൾ, ബയോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണോ ഇദ്ദേഹം കല്യാണം കഴിക്കാത്തത് എന്ന്. അപ്പോൾ ഇതൊക്കെ അപ്പുറത്ത് നിന്നിട്ട് നരേൻ കേൾക്കുന്നുണ്ട്. അതായത് കാവേരി ഇവരോട് ചോദിക്കുന്നത് മുഴുവൻ നരേൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ നരേന് അപ്പോൾ പിന്നെ നരേന് ആലോചനയിലാണ്, അതായത് റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ. കാരണം എന്താണ് ഇപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ? കാരണം മുത്തശ്ശി സന്തോഷമാവും വേണം, എന്നാൽ തനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ എന്ത് വേണമെന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ആണ് പിന്നെ കാവേരി പോവും. അങ്ങനെ നരേൻ വന്നിട്ട് പറയണം മുത്തശ്ശിയുടെ അടുത്ത്, മുത്തശ്ശി, ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറായിട്ടുണ്ട്, മുത്തശ്ശിയുടെ സന്തോഷത്തിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ്, മുത്തശ്ശി അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആലോചിച്ചോളൂ എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശിനും പിന്നെ വളരെ വലിയ സന്തോഷം, ലോട്ടറി അടിച്ച പോലെ സന്തോഷം. കാരണം അവരെത്രയും കാലം കാത്തിരുന്നിരുന്ന വാക്കാണ് കേൾക്കുന്നത്. അപ്പോൾ ആ വീട്ടിൽ ഈ ഒരു കാര്യത്തിൽ ആകെ ഒരു ദേഷ്യം നമ്മുടെ ഗായത്രിയുടെ ഭർത്താവിന് മാത്രമായിരിക്കും. അങ്ങനെ അവരൊരു ബ്രോക്കറോടൊക്കെ വരാൻ പറഞ്ഞിട്ട് ബ്രോക്കർ ഒരു പെൺകുട്ടിയുടെ ഫാമിലിയായിട്ട് വരികയാണ്. പെൺകുട്ടിയുടെ ഫാമിലീനൊക്കെ ഇവർ നന്നായി തന്നെ സ്വീകരിക്കും. അങ്ങനെ വരുന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടി. ഇപ്പോൾ ഈ പെൺകുട്ടിയാണ് വരുന്നത്. പക്ഷേ നരേൻ്റെ പ്ലാൻ ഇങ്ങനെയൊന്നുമില്ല. നരേൻ വേറെ കുറേ പ്ലാനുകൾ വിചാരിച്ചിട്ടുണ്ട്. അതാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയൊക്കെ കാണും. അങ്ങനെ നന്നായിട്ട് തന്നെ അവരവിടെ നിന്ന് പോവും. പിന്നെയാണ് നരേൻ അറിയുന്നത്, അതായത് കാവേരിക്ക് ഇങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടെന്നും, അതായത് അവരുടെ ഓപ്പറേഷൻ നടത്തേണ്ട പൈസ ഇങ്ങനെ പോയിട്ടുണ്ടെന്നും. അങ്ങനെ കാവേരിയും നരേനും കൂടി ഒരു ഡീലിലെത്തുകയാണ്. അതായത് തൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുകയാണ് വെച്ചെങ്കിൽ നിളയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള പൈസ നരേൻ തരാം എന്ന് പറഞ്ഞിട്ട് കാവേരിയും നരേനും കൂടിയിട്ട് സംസാരിക്കണം. അപ്പോൾ കാവേരിയുടെ മുന്നിലാണെങ്കിൽ വേറെ ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. കാരണം എങ്ങനെയെങ്കിലും നിളയുടെ ഓപ്പറേഷൻ ചെയ്യണം. കാരണം നിളയുടെ അവസ്ഥ അത്രയ്ക്ക് മോശമാണ്. അപ്പോൾ പിന്നെ കാവേരി അധികം ചിന്തിക്കാനൊന്നും നിന്നില്ല, അതിന് സമ്മതം മൂളും. അപ്പോൾ ഇനി സീരിയലിൻ്റെ തുടക്കത്തിൽ ഇവർ ഒരു കോൺട്രാക്ട് മാരേജ് ആണ് ചെയ്യുന്നതെങ്കിൽ കൂടി അത് പിന്നെ ഒരു നല്ല ബന്ധത്തിലോട്ട് എത്തുന്നതൊക്കെയാണ് ഭാവിയിലെ കഥ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ അങ്ങനെ ഒരു ഡീലിനെ കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ ഒരു ഡീലിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിലെ മെയിനായിട്ടുള്ള സീനുകൾ. കൂടുതൽ നേരത്തെ ഈ പുഴയും കടന്നതിൻ്റെ കഥയുടെ വിശേഷങ്ങളും പ്രൊമോ ഡീറ്റെയിൽസും ലൈവ് അപ്ഡേറ്റ്സും അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.